അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, അന്ന് അങ്ങ് കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ട് വരാൻ പോകുന്ന മഹാദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെടാനും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാനും ആവശ്യപ്പെട്ടിട്ട് 20 വർഷം തികയുന്ന ഈ വേളയിൽ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഈ ദേശത്തിനും അങ്ങ് മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ജപമാല മാതാവേ, സകല കൃപാസന പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ ദ്വാദശക വേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ഇതിന് 3 ഭാഗങ്ങളാണ് ഉള്ളത്, നിങ്ങൾക്കറിയാമല്ലോ അല്ലേ? ആദ്യമുള്ളത് പ്രത്യക്ഷീകരണ പ്രാർത്ഥന, പിന്നെ ഉള്ളത് അനുദിന അനുഗ്രഹ പ്രാർത്ഥന, ഏറ്റവും അവസാനം ഡെയിലി ബ്രെഡ്. അങ്ങനെയാണ് നമ്മൾ ശുശ്രൂഷകൾ പോകുന്നത്. ഈ പ്രാർത്ഥന കഴിഞ്ഞ് നിങ്ങൾ പോയി പല്ല് തേക്കണം, കുളിച്ച് റെഡിയായി നിങ്ങൾ ശുശ്രൂഷയിലേക്ക് പോകണം. ഇത് ബെഡിൽ എഴുന്നേറ്റ് പ്രാർത്ഥിക്കേണ്ടതാണ്. ചിലരൊക്കെ നേരത്തെ എഴുന്നേക്കും, 4 മണിക്ക് എഴുന്നേറ്റ് റെഡിയാണ്. പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ 3 മണിക്ക് പഠിക്കാൻ തുടങ്ങിയിട്ട് 5:30 എഴുന്നേക്കുന്നുണ്ട്. എന്തുമാകട്ടെ, കർത്താവ് നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. ഈ ഒരു അവസരം നിങ്ങൾ പ്രയോജനപ്പെടുന്നതിലേക്ക് ഭയങ്കര സന്തോഷമുണ്ട്. പക്ഷേ ഇത് ഷെയർ ചെയ്യണം. ഓക്കെ, ലെറ്റ് us come to prayer. കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥത ചെയ്യുന്നു. അങ്ങയുടെ മക്കളെ നിന്റെ വിശുദ്ധമായ രക്തത്താൽ വീണ്ടെടുത്ത് അതിൻ്റെ അവകാശം ഓഹരിയുമായിരുന്ന മക്കളോട് നിന്റെ പഞ്ചക്ഷതങ്ങളെ ഓർത്തുകൊണ്ട് കരുണ തോന്നണമെന്ന് അങ്ങയുടെ പൗരോഹിത്യത്തിൻ്റെ യോഗ്യതയാൽ പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ കരുണ നിന്നെ ആവശ്യിക്കട്ടെ. ഈശോ, നിന്റെ മുൾക്കിടന്ന് ഒഴുകുന്ന വിശുദ്ധമായ രക്തത്തെ ഞങ്ങൾ ധ്യാനിക്കുകയും കുമ്പിട്ട് ആരാധിക്കുകയും ചെയ്യുന്നു. ആ വിശുദ്ധമായ രക്തം രോഗികളുടെ മേലിപ്പോൾ വീഴ്ത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിന്റെ ആത്മീയമായ രക്തം അങ്ങയുടെ മക്കളിലേക്ക് വീഴട്ടെ കർത്താവേ. മാരക രോഗങ്ങൾ, തീരാവേദികൾ, യേശുക്രിസ്തു നാമത്തിൽ ശരീരം വേദന കൊണ്ട് ജീവിക്കുന്നവരുണ്ട്, ഉറക്കമില്ലാത്തവരുണ്ട്, ശരീരത്തിന് വേദന കൊണ്ട് ജോലിക്ക് പോകാൻ പറ്റാത്തവരുണ്ട്, എപ്പോഴും മനസ്സ് സമാധാനം ഇല്ലാത്തവരുണ്ട്, ഭക്ഷണം കഴിച്ചാൽ പോലും സന്തോഷമില്ല, കാര്യം ശരീരത്തിന് വേദനയാണ്. അങ്ങനെയുള്ളവരെ കർത്താവെ കൈവിട്ട് കളയരുത്. അവരെ തുടരണം കർത്താവേ. ആകപ്പാടെ മനുഷ്യന് ഒരു ജീവിതമുള്ള കർത്താവേ, ആ ജീവിതത്തിൽ അവൻ ആവശ്യമില്ലാതെ വേദന അനുഭവിക്കാൻ നീ അനുവദിക്കരുത്. അവരെ നീ സ്പർശിക്കണം. അവരുടെ രോഗികൾ, ബൈസ്റ്റാൻഡേഴ്സ്, സാന്ധിക്കുന്നവർ കർത്താവെ, ഓരോരുത്തരെ സഹായിക്കുന്നവണ് കർത്താവെ. ചില ആൾക്കാർ തന്നെ നിലനിന്ന് പോണത്. ഇപ്പം ഭർത്താവ് മരിച്ച പെങ്ങള് അവളുടെ ഭർത്താവ് മരിച്ചെങ്കിൽ അമ്മാവന്മാരെ നോക്കും, അല്ലെങ്കിൽ വലിയമ്മമാർ നോക്കും. അങ്ങനെ ഓരോരുത്തർ നോക്കുന്നവരുണ്ട്. ചില കുഞ്ഞുങ്ങളെ തന്നെ വളർത്തിക്കൊണ്ട് വന്നിരിക്കുന്നത് അവരുടെ നിലനിൽപ്പ് പോയ കാലത്ത് അമ്മയുടെയും അപ്പൻ്റെയും സഹോദരന്മാരെ വളർത്തിയിരിക്കുന്നത്. കർത്താവ്, ഞങ്ങളെ വളർത്തിയിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ സന്ധിക്കണം. ഞങ്ങൾക്ക് ആവശ്യമായ സഹായം പണ്ട് തന്നിട്ടുള്ളവരുണ്ടെങ്കിൽ അവരെ നീ സംരക്ഷിക്കണം. അവരെ ഞങ്ങൾ ഓർക്കുന്ന കർത്താവേ, നിൻ്റെ നാമത്തിൽ ഓർക്കുന്ന കർത്താവേ. എൻ്റെ കർത്താവിൻ്റെ വലിയ ശക്തി മക്കളിലേക്ക് ആവശ്യിക്കേണ്ട ഈശോയെ. പൊളിഞ്ഞുപോയ കടകമ്പോളങ്ങൾ കർത്താവ്, ജീവിതമാർഗ്ഗങ്ങൾ മുട്ടിപ്പോയവർ, ആ കർത്താവ് വഴി മാറിപ്പോയതിൻ്റെ പേരിൽ, റോഡ് മാറിപ്പോയതിൻ്റെ പേരിൽ
അവരുടെ കച്ചവടങ്ങളൊന്നും ഇല്ലാതെ ഇരിക്കുന്നവർ, വഴിമുട്ടിയ ആൾക്കാരുണ്ട് ഈശോയെ. അതുപോലെ തന്നെ പ്രത്യേകമായ സാഹചര്യത്തിൽ പ്രളയങ്ങൾ വന്നപ്പോൾ അതിൻ്റെ കൂടെ തന്നെ പല പല കച്ചവടങ്ങളും പല പല ബിസിനസ്സുകളും മാന്യം ഭവിച്ചവരുണ്ട് ഈശോയെ. ഓരോരോ തരത്തിൽ പ്രകൃതി ദുരന്തങ്ങൾ കാരണം കർത്താവ് പല വിഷയങ്ങൾ കൊണ്ട് ജോലി ചെയ്യാൻ പറ്റാത്ത സാഹചര്യമുണ്ട്. വീട്ടിൽ തന്നെ കർത്താവ് മറ്റുള്ളവർക്ക് രോഗം വന്നത് കാരണം മറ്റ് ജോലിക്ക് പോകാൻ പറ്റാതെ അവരെ നോക്കി നിൽക്കേണ്ട അവസ്ഥ വന്നിട്ടുള്ളവരുണ്ട് ഈശോയെ. ഇങ്ങനെ പഠനം മുടിഞ്ഞു പോയവർ, മുടങ്ങിപ്പോയവർ, ജോലികൾ വിഷമിച്ചിരിക്കുന്നവർ, ജോലി നഷ്ടപ്പെട്ടവർ, അത് മുടങ്ങിപ്പോയതിൻ്റെ പേര് ജോലി നഷ്ടപ്പെട്ടവരുണ്ട് ഈശോയെ. ഇങ്ങനെ ഭൗതികമായ സാഹചര്യത്തിൽ മാനസികമായ ദുരിതങ്ങൾ അനുഭവിക്കുന്ന അനേകം മക്കളുണ്ട് ഈശോയെ. അവരെല്ലാം നീ സ്പർശിക്കണം കർത്താവേ. കൃപാസനം 36 കൊല്ലത്തോളം കൃപാസനം ഉണ്ടായിട്ട് 35 കൊല്ലമായി. ആ കൊല്ലത്തിനുള്ളിൽ കർത്താവ് നടത്തിയിട്ടുള്ള മുഴുവൻ ആരാധനകൾ, കൺവെൻഷൻസ്, ധ്യാനങ്ങൾ, ഉപവാസ പ്രാർത്ഥനകൾ, തപസ്സുകൾ, അതുപോലെ തന്നെ ഉടമ്പടി പ്രാർത്ഥനകൾ, അതിലൂടെ വന്നിരിക്കുന്ന 10,000 മനുഷ്യരുടെ വിശുദ്ധിയും അതെല്ലാം കർത്താവ് ഇപ്പോഴും ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന ആവശ്യങ്ങൾക്ക് വേണ്ടി അടിസ്ഥാന യോഗ്യതയായിട്ട് സമർപ്പിക്കുന്നു കർത്താവ്. അതിനേക്കാൾ ഉപരി അങ്ങനെ വിശുദ്ധമായ രക്തത്തിൻ്റെ യോഗ്യതയാൽ കർത്താവ് ഞങ്ങൾ ആർക്ക് വേണ്ടിയോ പ്രാർത്ഥിക്കുന്നു, ആരെല്ലാം ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നു, എന്തെല്ലാം കാര്യങ്ങൾ മനസ്സിൽ വിചാരിക്കുന്നു, എന്തെല്ലാം വിഷമതകൾ അവരുടെ മനസ്സിലൂടെ തിരതള്ളിപ്പോകുന്നു. എൻ്റെ കർത്താവേ, എൻ്റെ പൊന്നീശോയെ, അവരെല്ലാം നീ കൈവിടല്ലെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ദിവസം തളർന്നു നിൽക്കുന്നവരെല്ലാം കർത്താവേ, നീയാണ് ബലം, നീയാണ് ശക്തി, നീയാണ് ജീവിതം കർത്താവേ. നിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. നിൻ്റെ ദൈവികമായ ശക്തി നിൻ്റെ അമ്മ പരിശുദ്ധമ്മ ദേവതാരം മധ്യസ്ഥവരേക്ക് ആവശ്യിക്കട്ടെ. ഓരോ വീടിനെക്കുറിച്ച് വേഗലപ്പെടുന്നവർ, മക്കളെക്കുറിച്ച് വേഗലപ്പെടുന്നവർ, ജോലിയില്ലാത്തതിനെക്കുറിച്ച് വേഗലപ്പെടുന്നവർ, പലതരത്തിലുള്ള കേസ് കൊടുക്കുമോ, കേസാകുമോ, കേസ് തോക്കുമോ, അകത്ത് പോകുമോ എന്നൊക്കെ ഓർത്ത് വിഷമിക്കുന്നവർ, ജയിലിൽ കിടക്കുന്നവരെ ഓർത്ത് വേദനിക്കുന്നവർ എല്ലാവരെയും കർത്താവേ നിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ഈശോയെ, കഴുത്ത് കുറുകിപ്പോയൊരു കുഞ്ഞിനെ കാണിക്കുന്നുണ്ട്. അവൻ ജന്മന അങ്ങനെയാണ്. അവനെ ഓർത്ത് വേദനിക്കുന്ന മാതാപിതാക്കന്മാരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ഓരോരോ ജനിതക രോഗമുള്ളവർ, ജന്മനാ രോഗമുള്ളവർ, കർത്താവ് പാരമ്പര്യ രോഗമുള്ളവർ, അതിൻ്റെ പേരിൽ പ്രയാസം അനുഭവിക്കുന്ന കുടുംബങ്ങൾ, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നിന്റെ മാരക രോഗങ്ങളും തീരാവേദികളും ജീവ ദുരിതങ്ങളും വിട്ടുമാറട്ടെ. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ടവരെ, മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം 8-9 വാക്യങ്ങൾ വായിക്കാം. യേശു ഇതറിഞ്ഞ് അവരോട് ചോദിച്ചു, അല്പവിശ്വാസികളെ, അപ്പം ഇല്ലാത്തതിനെപ്പറ്റി നിങ്ങൾ പരസ്പരം സംസാരിക്കുന്നതെന്തിന്? നിങ്ങൾ ഗ്രഹിക്കുന്നില്ലയോ? 5000 പേരുടെ 5 അപ്പം നിങ്ങൾ ഓർമ്മിക്കുന്നില്ലേ? എത്ര കുട്ട അപ്പക്കഷ്ണങ്ങൾ നിങ്ങൾ ശേഖരിച്ചു? അതായത് കർത്താവേ, അപ്പം വർദ്ധിപ്പിച്ചതിന് ശേഷം പിന്നെ ഒരു ദിവസം അന്നത്തെ ദിവസം ഗിരിജക്കടലിൻ്റെ മറുകരയിലേക്ക് പോകുമ്പോൾ അപ്പോസ്തലന്മാർ പരസ്പരം സംസാരിക്കുന്ന, അങ്ങനെ സംസാരിക്കാൻ കാര്യം എന്താ? കർത്താവ് അവരോട് പറഞ്ഞ്, ഫരിസേയന്മാരുടെ പുളിമാവിനെ കുറിച്ച് നിങ്ങൾക്ക് കരുതൽ വേണമെന്ന് പറഞ്ഞു. പുളിമാവെന്ന് പറയുമ്പോൾ അവർക്ക് മാവെന്നിട്ട് പൊടി, അപ്പോൾ പൊളിച്ച അപ്പത്തിൻ്റെ പൊടിയെക്കുറിച്ചാണ് ഈ പറയണത് എന്ന് വിചാരിച്ചുകൊണ്ടേ ഇവർ പറയും, നമ്മൾ അപ്പം എടുക്കാത്തത് കൊണ്ടായിരിക്കും ചിലപ്പോൾ ഇങ്ങനെ പറയണം. ഭയങ്കര രസമാണ് കർത്താവിൻ്റെ ഈ പെഡഗോജി എന്ന് വെച്ചാൽ കർത്താവിൻ്റെ പഠനത്തിൻ്റെ രീതികളിൽ അപ്പോസ്തലന്മാരുടെ റെസ്പോൺസ് ഭയങ്കര സർക്കാസ്റ്റിക്കാണ്. അപ്പോൾ ഈശോ ഫരിസേയരുടെ വേദപ്രബോധനത്തെക്കുറിച്ചാണ് പറയണത്. ഇവർക്ക് മനസ്സിലായില്ലേ? ഇവർ അപ്പം എടുക്കാതെ ഇവർ തമ്മിൽ തർക്കിക്കുകയാണ്. കണ്ടോ, ഞാൻ പറഞ്ഞതല്ലേ, അപ്പോഴും അപ്പം എടുക്കണമെന്ന് പറഞ്ഞതല്ലേ, അപ്പം വർദ്ധിപ്പിച്ച് ഇതുമാത്രം അപ്പം ഉണ്ടായതാണ് എടുക്കാത്തത്. അപ്പം നമുക്ക് വേണ്ടി അപ്പം എടുക്കേണ്ടതല്ല. ഞാൻ നിന്നോട് നീ എടുക്കുമെന്ന് ഞാൻ വിചാരിച്ച ഇവർ ചുമ്മാ ഈ അപ്പത്തിൻ്റെ കാര്യം പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഈശോ പറഞ്ഞു, വാട്ട് നോൺസെൻസ് യു ആർ ടോക്കിംഗ്. കർത്താവ് ചിരിച്ച് കാണും, പക്ഷേ കർത്താവ് ചിരിച്ചൊന്നും ബൈബിളിൽ എഴുതിയിട്ടില്ല. ചിരിക്കാനുള്ള വകുപ്പ് അവിടെ ഉണ്ട്. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ കർത്താവ് പറഞ്ഞത് എന്ത്? കർത്താവ് പോരെന്ന് പറഞ്ഞ് ഇവർ മുതിരെന്ന് കേട്ട അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ അതുപോലെ വന്നിരിക്കുന്ന കൺഫ്യൂഷൻ പറഞ്ഞ്, മക്കളെ നിങ്ങൾ എന്താണ് ഇങ്ങനെ അപ്പത്തിൻ്റെ കാര്യം പറഞ്ഞു? ഇപ്പം നിങ്ങൾ അപ്പം എടുത്തിട്ടുള്ളത് വിചാരിച്ചു ഞാനായിട്ട് ഇപ്പോഴേക്കിടെ കൂടാ. അപ്പോൾ എനിക്കെന്തെങ്കിലും ഒരു പരിഹാരം ചെയ്യാൻ കഴിയുമല്ലോ. അത് നിങ്ങളെന്ത് വിശ്വസിക്കാത്തത്? ഈ എന്നത്തെ കാലത്ത് വിശ്വസിക്കാനാണ് നിങ്ങളെ? അല്ലെങ്കിൽ തന്നെ കഴിഞ്ഞ കാലങ്ങൾ ഓർക്കണ്ടേ? കഴിഞ്ഞ കാലങ്ങളിൽ 5000 പേരുടെ 5 അപ്പത്തെക്കുറിച്ച് ഓർക്കണില്ലേ? 4000 പേരുടെ 7 അപ്പത്തെക്കുറിച്ച് ഓർക്കണില്ലേ?
എന്താ വെച്ചാൽ ഈശോ ചോദിക്കണത് എന്താ അറിയാമോ? നമ്മുടെ ജീവിതത്തിൽ ഇന്നിപ്പോൾ ഡിസംബർ 11 ഇന്ന് എന്തെങ്കിലും ഒരു ഇല്ലായ്മ വന്നു, പോരായ്മ വന്നു, ബാധ്യത വന്നു, നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ പരസ്പരം വഴിചാരുകയല്ല ചെയ്യേണ്ടത്. ഞാനതേ പറഞ്ഞല്ലേ, ആ ചുറ്റി പിടിച്ചാൽ മതിയാണ് എന്നൊക്കെ പറയും. അപ്പം അങ്ങനെ വഴക്കിട്ട് കാര്യമില്ല. എന്താ കാര്യം? ഞങ്ങൾ പരസ്പരം ആ വിഷയം കുറ്റം ആരോപിച്ചിട്ട് രക്ഷപ്പെടാൻ നോക്കാതെ, മറിച്ച് ഈ മുൻകാലങ്ങളിൽ നിന്നെ അനുഗ്രഹിച്ച കർത്താവ് തന്നെയാണ് നിന്റെ കൂടെ ഉള്ളത്, അത് ഓർത്താൽ മതി എന്നാണ്. എന്നുവെച്ചാൽ ഇപ്പോഴുള്ള പ്രശ്നങ്ങളല്ല ഓർക്കേണ്ടത്, കൂടെയുള്ള കർത്താവിൻ്റെ സാന്നിധ്യമാണ് ഓർക്കേണ്ടത്. അവൻ കഴിഞ്ഞ കാലങ്ങളിൽ നിന്നെ പല സമയത്ത് അനുഗ്രഹിച്ചിട്ടുണ്ട്. ആ അനുഗ്രഹം ഓർത്തുകൊണ്ട് അവനെ വിളിച്ച് അഭയം പ്രാപിക്കാൻ പറഞ്ഞിരിക്കുകയാണ്. എൻ്റെ പേര് ടിബി മാത്യു. ഞാൻ വരുന്നത് കൊല്ലം ജില്ലയിലെ കുളത്തുപുഴ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നാണ്. ഞാൻ ആദ്യമായിട്ട് കൃപാസനത്തിൽ വന്നതിനെ പറ്റി പറയുന്നതിന് മുൻപായി എനിക്കൊരു പാസ്റ്റ് ഉണ്ട്. ആ പാസ്റ്റിനെ പറ്റി നിങ്ങൾ അറിഞ്ഞാൽ മാത്രമേ എൻ്റെ ജീവിതത്തിൽ നടന്ന അനുഗ്രഹങ്ങൾക്ക് എത്രത്തോളം തീവ്രതയുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവത്തുള്ളൂ. എൻ്റെ പിതാവിനെ എനിക്ക് നഷ്ടപ്പെട്ടിട്ട് 11 വർഷമായി. എനിക്ക് 13 വയസ്സുള്ളപ്പോഴാണ് എൻ്റെ പിതാവിനെ എനിക്ക് നഷ്ടപ്പെടുന്നത്. പിതാവിനെ മാത്രമല്ല, ഞങ്ങൾക്ക് എൻ്റെ പപ്പയെ നഷ്ടപ്പെട്ടതോടുകൂടി ഞങ്ങൾക്ക് എല്ലാം നഷ്ടമായിരുന്നു. സ്വന്തമായി വീടില്ല, സ്ഥലമില്ല, സ്വന്തമായി വരുമാനമില്ല, എൻ്റെ മമ്മിക്ക് ജോലിയില്ല, ഒന്നുമില്ല. അങ്ങനെ ഞങ്ങൾ ഒന്നുമില്ലാത്തൊരു സാഹചര്യത്തിൽ നിന്നാണ് മാതാവിനെ കൂടുതൽ അറിഞ്ഞത്. അപ്പോൾ എല്ലാം നഷ്ടപ്പെട്ട അവസ്ഥയിൽ നിങ്ങൾക്കറിയാം, എല്ലാവരും പറയുന്ന ഒരു ഓപ്ഷൻ പ്രാർത്ഥിക്കുക എന്നുള്ളത് തന്നെയാണ്. ഇനി മക്കളിലൂടെ വേണം ഈ കുടുംബം രക്ഷപ്പെടാനെന്ന് എൻ്റെ അമ്മയോട് എല്ലാവരും പറയുമായിരുന്നു. അപ്പം ഞാനിങ്ങനെ ചിന്തിക്കും, ദൈവമേ എന്നിലൂടെ എങ്ങനെ, ഞാനാണ് മൂത്തത്, എനിക്കൊരു അനിയനുണ്ട്, ഞാൻ +2 പഠിക്കുന്നു. ദൈവമേ എന്നിലൂടെ എങ്ങനെയാണ് ഈ കുടുംബം രക്ഷപ്പെടാൻ പോകുന്നതെന്ന് എപ്പോഴും ഞാൻ ആലോചിക്കുമായിരുന്നു. പക്ഷേ എപ്പോഴും മനസ്സിലൊരു ആഗ്രഹം നമുക്കുണ്ടായിരിക്കുമല്ലോ, നമുക്ക് വേണ്ടി ഇത്രയും സഹിച്ച നമ്മുടെ മാതാവിനെ രക്ഷപ്പെടുത്തണമെന്ന്. അങ്ങനെ എൻ്റെ മമ്മിക്ക് വേണമെങ്കിൽ വേറൊരു വിവാഹം കഴിക്കാമായിരുന്നു, പക്ഷെ അതൊന്നും കഴിച്ചില്ല. ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും കണ്ണുനീരോട് പ്രാർത്ഥിക്കുന്ന ഒരു അമ്മയാണ് ഞങ്ങളുടെ മമ്മി എന്ന് പറയുന്നത്. എക്സാമിൻ്റെ ദിവസങ്ങളിലാണെങ്കിലും ഞങ്ങൾക്ക് എന്തെങ്കിലും പ്രധാനപ്പെട്ട ദിവസങ്ങളാണെങ്കിലും രാവിലെ ഒന്നും കഴിക്കാതെ മെഴുകുതിരി കത്തിച്ച് മാതാവിൻ്റെ മുൻപിലിരുന്ന് കൊന്ത് ചൊല്ലി ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ആ എക്സാം തീരുന്നവരെ ആ മെഴുകുതിരി കത്തിച്ച് അങ്ങനെ ഇരുന്ന് പ്രാർത്ഥിക്കും കണ്ണുനീരോടുകൂടി. ഞങ്ങളുടെ അമ്മയുടെ കണ്ണുനീർ ഞങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു വരദാനം തന്നെയാണ്. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. ഞങ്ങൾക്ക് നല്ല വസ്ത്രങ്ങൾ ഇടാനും നല്ല ആഹാരം കഴിക്കാനും ദൈവം ഞങ്ങളുടെ ബന്ധുക്കളിലൂടെ പ്രവർത്തിച്ചു തുടങ്ങി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ അമ്മച്ചിയുടെ അനിയത്തി മാതാവിൻ്റെ ശക്തിയെപ്പറ്റി എൻ്റെ അമ്മയോട് പറയുകയും, മാതാവിനോട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നിൻ്റെ ജീവിതത്തിൽ ഒത്തിരി അനുഗ്രഹങ്ങൾ വരും എന്നുള്ളത് എൻ്റെ മമ്മിക്ക് മാതാവിനെ നൽകി. അങ്ങനെ മമ്മി മാതാവിനോട് പ്രാർത്ഥിക്കുന്നത് ഞാൻ ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്നു. അപ്പോഴൊക്കെ ഞാൻ പ്രാർത്ഥിക്കും, പള്ളിയിൽ പോകും, കുർബാന കൊള്ളുമെങ്കിലും മാതാവിൻ്റെ ഒരു ശക്തി എന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞുപോയി. ഞാൻ 10 പാസ്സായി, +2 പാസ്സായി. ഈ കഴിഞ്ഞ 11 വർഷം ഞങ്ങൾ പട്ടിണി ഇല്ലാതെ മുന്നോട്ട് വന്നു. അങ്ങനെ ഇനി +2 കഴിഞ്ഞിട്ട് എന്ത് പഠിക്കുമെന്ന് ആലോചിച്ചപ്പോഴാണ് ജീവിതത്തിൽ ഇത്ര പ്രതിസന്ധികളുള്ളത് കൊണ്ട് എത്രയും പെട്ടെന്ന് ജോലി കിട്ടുന്ന ഒരു കോഴ്സ് തന്നെ പഠിക്കുക എന്ന് എൻ്റെ ബന്ധുക്കൾ എന്നോട് പറയുകയും ഞാൻ നഴ്സിംഗ് തന്നെ തിരഞ്ഞെടുക്കുകയും ചെയ്തു. എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു കേരളത്തിലെ ഒരു നല്ല കോളേജിൽ തന്നെ പഠിക്കണം എന്നുള്ളത്. 10നും +2നും എനിക്ക് അത്ര മികച്ച റിസൾട്ട് കൊടുക്കുവാൻ എൻ്റെ മമ്മിക്ക് കൊടുക്കാൻ എനിക്ക് സാധിച്ചിട്ടില്ല. പക്ഷേ ഡിഗ്രിക്ക് അത് വേണം എന്നൊരു വലിയ ആഗ്രഹമായിരുന്നു എനിക്ക്. അങ്ങനെ ഞാൻ നഴ്സിങ്ങിന് ട്രിവാൻഡ്രത്തുള്ള അനന്തപുരി കോളേജ് ഓഫ് നഴ്സിംഗിൽ ചേർന്നു. എനിക്കവിടെ അഡ്മിഷൻ എടുക്കുന്നതിൻ്റെ ഫസ്റ്റ് ദിവസം അവർ വിളിച്ച് പറഞ്ഞത്, നിങ്ങൾ ഇവിടെ 1,01,000 രൂപ കൊണ്ട് വരണം, എങ്കിൽ മാത്രമേ അഡ്മിഷൻ എടുക്കാൻ പറ്റത്തുള്ളൂ എന്ന്. അപ്പോൾ ഒരു വരുമാനം പോലും ഇല്ലാത്ത ഞങ്ങൾ എങ്ങനെ 1,00,000 രൂപ കൊണ്ട് പോവും? എൻ്റെ പൊന്നു മാതാവെ എന്ന് വിളിച്ച് മാതാവിനോട് പ്രാർത്ഥിച്ചു. ഒരുപാട് പേരെ വിളിച്ചു. ഞാൻ എങ്ങനെയും പഠിച്ചിട്ട് തിരിച്ചു തരാമെന്ന് കെഞ്ചേണ്ട അവസ്ഥ വരെ വന്നു. പക്ഷേ ഒരുപാട് പേര് ഞങ്ങളെ തള്ളിക്കളഞ്ഞു, സഹായിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. പറ്റുമെന്ന് പറഞ്ഞിട്ട് പിന്നീട് ഞങ്ങളുടെ ഫോൺ കോൾസ് അറ്റൻഡ് ചെയ്യാത്തവരുണ്ട്. പക്ഷേ മാതാവിൻ്റെ ഒരു അനുഗ്രഹം എന്ന് പറയട്ടെ, ഞങ്ങളെ അതുവരെ വിളിച്ച് സുഖമാണോ എന്നൊന്നും അന്വേഷിക്കാതെ പെട്ടെന്ന്, ഞങ്ങളോട് സ്നേഹമുണ്ട് പക്ഷെ ഞങ്ങളെ എന്നും വിളിക്കുകയോ ഒന്നും ചെയ്യത്തില്ലായിരുന്നു അവർ. പെട്ടെന്ന് അവർ വിളിക്കുകയും എൻ്റെ മമ്മിയോട് പറയുകയും ചെയ്തു, ധൈര്യമായിട്ടിരുന്നോ, കോളേജിലോട്ട് ഞങ്ങൾ 1,01,000 രൂപയും കൊണ്ട് ഞങ്ങൾ നാളെ തന്നെ എത്തിക്കോളാം, മോളെയും കൊണ്ട് വന്നോ എന്ന്. അങ്ങനെ ഞങ്ങളവിടെ പോയി അഡ്മിഷൻ എടുത്തു. അപ്പോൾ ഈ മറ്റുള്ളവരെ സഹായിക്കുമ്പോൾ നമുക്ക് അവരോടൊരു കരുതലുണ്ടാകുമല്ലോ, അവർ നമുക്ക് വേണ്ടി ചിലവാക്കുവാണ്, നമ്മൾ എങ്ങനെയെങ്കിലും പഠിച്ച് നല്ല മാർക്ക് വാങ്ങണം, ദൈവമേ അതിനെ അനുഗ്രഹിക്കണമേ എന്നുള്ളൊരു തോന്നലാണ് മനസ്സിൽ എപ്പോഴും, ആ ഒരു പേടിയാണ്. അങ്ങനെ ഞാൻ പഠിക്കാൻ തുടങ്ങി.
കോളേജിലാണെങ്കിലും ക്ലാസ്സിലാണെങ്കിലും ഒരുപാട് പ്രതിസന്ധികളുണ്ടായിരുന്നു. കൂട്ടുകാരുടെ ഭാഗത്തു നിന്നായിക്കോട്ടെ, പഠിക്കുന്നതായിക്കോട്ടെ. പക്ഷെ അതിനെല്ലാം തരണം ചെയ്യാൻ എന്നെ സഹായിച്ചത് ജപമാലയായിരുന്നു. കൊന്ത ചൊല്ലാനൊന്നും വ്യക്തമായി അറിയില്ലെങ്കിലും ഞാനൊരു ഓർത്തഡോക്സ് സമുദായത്തിൽപ്പെട്ടതാണ്. മാതാവിനോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി എൻ്റെ റിസൾട്ട് വന്നു. അപ്പോൾ റിസൾട്ട് വന്നിട്ട് എനിക്ക് നോക്കാനായിട്ട് ഭയങ്കര പേടി. മാതാവ് എന്തായിരിക്കും ഈ റിസൾട്ട്? എനിക്കറിയാം അനാട്ടമിക്ക് ഞാൻ ഫെയിലായി, ബാക്കിയുള്ള സബ്ജക്ട്സും എനിക്ക് പാടായിരുന്നെന്ന്. അങ്ങനെ നല്ലതായിട്ട് കൊന്ത ചൊല്ലി റിസൾട്ട് നോക്കിയപ്പോൾ എനിക്ക് എല്ലാ സബ്ജക്ട്സിനും ഡിസ്റ്റിങ്ഷൻ ഉണ്ട്. ക്ലാസ് ടോപ്പായിട്ട് ഞാൻ ഫസ്റ്റ് ഇയർ പാസ്സായി. അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞു പോയി. ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, സെക്കൻഡ് ഇയറും തേർഡ് ഇയറും ഫോർത്ത് ഇയറും എനിക്ക് ഇതുപോലെ പാസ്സാവാൻ സാധിക്കണേ മാതാവ്, ഞാൻ പാസ്സാവണേന്ന് മാത്രമേ ആഗ്രഹിച്ചിട്ടുള്ളൂ. പക്ഷെ മാതാവ് ഈ 4 വർഷവും എന്നെ ഡിസ്റ്റിങ്ഷനോടെ പാസ്സാക്കി കോളേജിലെ ബെസ്റ്റ് ഔട്ട് ഗോയിങ് സ്റ്റുഡൻ്റ് ആയിട്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. ഒരുപാട് പ്രതിസന്ധികളിലൂടെ വന്ന് ഞാൻ ഒരുപാട് സന്തോഷത്തോടു കൂടി എൻ്റെ കോളേജ് ലൈഫിൽ നിന്ന് ഇറങ്ങി. പക്ഷെ അവിടെ തീർന്നില്ല. അടുത്തതായിട്ട് ഞാൻ മാതാവിനോട് പറഞ്ഞു, എന്നെ ഈ 4 വർഷം പാസ്സാക്കിയതുകൊണ്ട് ഞാൻ ഉറപ്പായിട്ടും കൃപാസന മാതാവിനെ കാണാൻ വരുമെന്ന്. പക്ഷെ ഞാനങ്ങനെ ചെയ്തില്ല. മാതാവിനെ ഞാൻ പറ്റിച്ചു. എനിക്ക് OET കൂടെ പാസ്സായി കഴിഞ്ഞാൽ ഞാൻ വരാമെന്ന് പറഞ്ഞു. പക്ഷെ മാതാവ് എന്നോട് പറഞ്ഞു, നീ ഇവിടെ വന്ന് എന്നെ കണ്ടാൽ മാത്രമേ നിനക്ക് ഞാൻ OET തരത്തുള്ളൂ എന്ന് എൻ്റെ മനസ്സിൽ ഇങ്ങനെ പറയുന്ന പോലെ തോന്നി. അങ്ങനെയാണ് ഞാൻ 2023 സെപ്റ്റംബർ മാസം 14-ാം തീയതി ഇവിടെ വരുന്നതും മാതാവിനെ അൾത്താരയിൽ ആദ്യമായി കാണുന്നതും. അപ്പോൾ ഒരു ഉടമ്പടി എടുക്കാൻ വേണ്ടിയിട്ടൊന്നും അല്ല ഞാൻ വന്നത്, മാതാവിനെ കാണണം, പ്രാർത്ഥിക്കണമെന്നുള്ളതേ ഉള്ളായിരുന്നു. പക്ഷെ മാതാവ് എന്നെ ഉടമ്പടി എടുത്തിട്ടാണ് ഇവിടുന്ന് വിട്ടത്. എത്ര സമയം ഇല്ലെങ്കിലും ഇന്ന് ഉടമ്പടി എടുത്തിട്ട് പോകാം എന്ന് ഞാൻ മമ്മിയോട് പറയുകയും ഞങ്ങൾ ഇങ്ങോട്ട് വന്ന ബസ് തിരിച്ച് 1:40 പോകും. അതിന് ഞങ്ങൾക്ക് പോകാൻ പറ്റിയില്ലെങ്കിലും സാരമില്ല, ഉടമ്പടി എടുത്തിട്ടേ ഞാൻ വരുന്നുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ അച്ഛൻ ഇവിടെ മൈക്കിൽ കൂടെ പറയുന്ന ഞാൻ കേട്ടു, ഒക്ടോബർ 28-ാം തീയതി അഖണ്ഡ ജപമാല റാലിയാണെന്ന്. അങ്ങനെ അപ്പോൾ ഈ ഒക്ടോബർ 28 എന്ന് പറയുന്ന ദിവസം എൻ്റെ മനസ്സിൽ വല്ലാതെ സ്ട്രൈക്ക് ചെയ്തു. ഞാൻ നോക്കിയപ്പോൾ OETക്ക് ഒക്ടോബർ 28-ാം തീയതി ഡേറ്റ് ഉണ്ട്. അതൊരു സാറ്റർഡേ ആണ്. അങ്ങനെ ഞാൻ ഒന്നും നോക്കിയില്ല, ആ ഡേറ്റ് തന്നെ ഞാൻ ഫിക്സ് ചെയ്തു. ആ ഡേറ്റിൽ ഞാൻ OET എഴുതി. പക്ഷേ എനിക്കറിയാം എൻ്റെ ഒരു മെറിറ്റും ആ എക്സാമിലില്ല. പക്ഷെ മാതാവ് എനിക്ക് ഫുൾ ബിയോടുകൂടി OET പാസ്സാവാൻ എന്നെ സാധിച്ചു. അങ്ങനെ OET പാസ്സായി. OET പാസ്സായിട്ടും പ്രതിസന്ധികൾ തീർന്നില്ല. ഇനി അടുത്തതായിട്ട് നമുക്ക് ഏതെങ്കിലും ഒരു രാജ്യത്തേക്ക് പോകാനുള്ള പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്യണം, അവിടേക്ക് എത്തണം, ഇൻ്റർവ്യൂ കിട്ടണം, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. പക്ഷേ ഈ OET ഫുൾ ബിയോടെ പാസ്സായതിനു ശേഷം ഞാൻ ഉടമ്പടി ജീവിതത്തിൽ ഉഴപ്പി. പിന്നെ എനിക്ക് ഉടമ്പടി പുതുക്കാനോ ഒന്നും സാധിച്ചില്ല. പ്രാർത്ഥിക്കും, ജപമാല ചൊല്ലുമെന്നല്ലാതെ ഉടമ്പടി ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ എനിക്ക് സാധിച്ചില്ല. പക്ഷെ ദൈവം എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. മാതാവ് എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നുണ്ടായിരുന്നു, എന്നെ കൈവിടാതെ തുണയ്ക്കുന്നുണ്ടായിരുന്നു. എനിക്കൊരു ഇൻ്റർവ്യൂ കിട്ടി. ഇൻ്റർവ്യൂ ഞാൻ പാസ്സായി. എന്നെക്കാൾ ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ളവരായിരുന്നു എൻ്റെ കൂടെ കോമ്പീറ്റ് ചെയ്തത്. പക്ഷേ മാതാവ് എനിക്ക് ആ ഇൻ്റർവ്യൂ പാസ്സാക്കി. ഇൻ്റർവ്യൂ പാസ്സായതിനു ശേഷം ഏകദേശം 122 പേരോളം ആ ഇൻ്റർവ്യൂ അന്ന് പാസ്സായി. അപ്പോൾ നിങ്ങൾക്ക് ഊഹിക്കാം എത്ര പേര് ആ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് കാണുമെന്ന്. ഇൻ്റർവ്യൂ അതിന് ശേഷം പാസ്സായതിനു ശേഷം ഒരു അപ്ഡേഷനും ഇല്ല, ഓഫർ ലെറ്റർ കിട്ടിയിട്ടില്ല, അതിനെ തുടർന്നുള്ള COS കിട്ടിയിട്ടില്ല, ഒന്നുമില്ല. ജൂണിൽ ഞാൻ പാസ്സായതാണ് ഇൻ്റർവ്യൂ. 122 പേരാണ് ഇൻ്റർവ്യൂ പാസ്സായത്. പക്ഷേ ഞാൻ അതിലേക്ക് വരാം. അങ്ങനെ ഇൻ്റർവ്യൂ കഴിഞ്ഞു, അപ്ഡേഷൻസ് ഒന്നും വരുന്നില്ല. അപ്പോൾ എൻ്റെ മമ്മി എന്നോട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യുക, ഉടമ്പടി പുതുക്കിയാൽ മാത്രമല്ലേ അനുഗ്രഹങ്ങൾ ജീവിതത്തിൽ വരുത്തുള്ളൂ എന്നല്ലേ അച്ഛൻ പറയുന്നത്, നീ അച്ഛൻ്റെ പാത പിന്തുടരുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വീണ്ടും ഇവിടെ ഒക്ടോബർ 9, 2024 എൻ്റെ ഉടമ്പടി പുതുക്കാനായിട്ട് വന്നു. ഉടമ്പടി പുതുക്കിയ ദിവസം തന്നെ എനിക്ക് ഓഫർ ലെറ്റർ ലഭിച്ചു. എനിക്കറിയാം ഈ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത 122 പേരിൽ വെറും 8 പേർക്ക് മാത്രമേ ഇതുവരെ അവരുടെ പ്രോസസ്സിങ് കംപ്ലീറ്റ് ആയിട്ടുള്ളൂ. ബാക്കിയുള്ളവർക്കൊന്നും ഓഫർ ലെറ്റർ കിട്ടാത്തവരുണ്ട്, അപ്ഡേഷൻസ് കിട്ടാത്തവരുണ്ട്, ഒരു ഹോപ്പും തന്നെ ഇല്ലാത്തവരുണ്ട്. അതിൽ അത്രയും എക്സ്പീരിയൻസ് ഉള്ളവരുടെ കൂട്ടത്തിൽ വെറും 6 months എക്സ്പീരിയൻസ് ഉള്ള എനിക്ക് മാതാവ് ഓഫർ ലെറ്റർ തന്നു. ഓഫർ ലെറ്റർ തന്നതിന് ശേഷം പിന്നെയും ദിവസങ്ങളിങ്ങനെ കടന്നുപോയി, അപ്ഡേഷൻസ് ഒന്നുമില്ല. മാതാവിനെ മുറുക്കെ പിടിച്ച് ഞാൻ പ്രാർത്ഥിച്ചു. ചിലപ്പോഴൊക്കെ
ചിലപ്പോഴൊക്കെ തോന്നും എന്തിനാ മാതാവ് എന്നെ ഇങ്ങനെ പരീക്ഷിക്കുന്നതെന്ന്. ചിലപ്പോൾ തോന്നും മാതാവിനെ പരീക്ഷിക്കുന്നത് ജീവിതത്തിൽ നല്ലൊരു അടയാളം തരാൻ തന്നെയാകുമെന്ന് തോന്നി മുറുക്കെ പിടിച്ച് പ്രാർത്ഥിച്ചു. അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞു പോയി. അപ്പോഴിരിക്കുമ്പോഴാണ് മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ ദിവസം വന്നെത്തിയത്, ഡിസംബർ 7-ാം തീയതി. അപ്പോൾ എൻ്റെ മനസ്സ് പറഞ്ഞു ഡിസംബർ 7-ാം തീയതി ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കാം, മാതാവ് എന്തെങ്കിലും ഒരു അനുഗ്രഹം തരാതിരിക്കത്തില്ല എന്ന്. അങ്ങനെ 1 മുതൽ 7 വരെ ഒരുക്ക ധ്യാനം യൂട്യൂബിൽ ഞാൻ കൂടാൻ തുടങ്ങി. അപ്പോൾ അച്ഛൻ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, നിങ്ങൾ നിങ്ങളുടെ ആവശ്യങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിക്കുന്നതിനേക്കാൾ മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കാൻ അച്ഛൻ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ OET പാസ്സായതും ഇൻ്റർവ്യൂ കിട്ടിയതും അതൊക്കെ മറന്നിട്ട് മാതാവേ എനിക്ക് മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി ഈ ആൾത്താരയിൽ ഒന്ന് നിന്നാൽ മാത്രം മതി എന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഡിസംബർ 7-ാം തീയതി തന്നെ എനിക്ക് അപ്ഡേഷൻ ലഭിച്ചു. അവിടെ നിന്നും 2 ഫോംസ് എനിക്ക് അയച്ചു തന്നിട്ട് പറഞ്ഞു ഇത് ഫില്ല് ചെയ്ത് അയക്കണമേ എന്ന്. പക്ഷേ നമുക്ക് UK പോകണമെങ്കിൽ COS എന്ന് പറയുന്ന ഒരു കാര്യം വേണം. ആ ഫോം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വിസയ്ക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. തുടർന്ന് ഞാൻ വീണ്ടും മാതാവിനോട് പ്രാർത്ഥിച്ചു. സാറ്റർഡേ സൺഡേ ആയതുകൊണ്ട് 8-ാം തീയതിയും 9-ാം തീയതിയും ഒന്നും നടന്നില്ല. ഡിസംബർ 10-ാം തീയതി തന്നെ എനിക്ക് COS ലഭിച്ചു. COS ലഭിച്ചതിന് ശേഷം ഞാൻ വിസയ്ക്ക് അപ്ലൈ ചെയ്തു. വിസ കിട്ടാനായിട്ട് ഏകദേശം 10 മുതൽ 14 ദിവസത്തോളം വേണം. നമ്മൾ സ്റ്റാൻഡേർഡ് വിസയാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ. പക്ഷേ എനിക്കറിയില്ല, മാതാവ് എനിക്കത് 4-ാമത്തെ ദിവസം എൻ്റെ വിസ എനിക്ക് തന്നു. 14 ദിവസം കാത്തിരിക്കേണ്ട ഞാൻ 4-ാമത്തെ ദിവസം എനിക്ക് കോള് വരുന്നു, വിസ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞ്. അങ്ങനെ ഞാൻ അവിടെ ചെന്നു. എൻ്റെ പാസ്പോർട്ട് തുറന്ന് നോക്കിയപ്പോൾ സ്കിൽ വർക്ക്ഡ് വിസ എനിക്ക് കിട്ടിയിരിക്കുന്നു. ഒരിക്കലും ഇത് എൻ്റെ കഴിവ് കൊണ്ടോ മറ്റാരുടെ കഴിവ് കൊണ്ടോ അല്ല, മാതാവ് എനിക്ക് വേണ്ടി അപേക്ഷിച്ചത് ദൈവം കേട്ടതുകൊണ്ട് മാത്രമാണ് ഇത്ര പെട്ടെന്ന് എനിക്ക് വിസ കിട്ടിയത്. എൻ്റെ കൂടെ പഠിച്ചിറങ്ങിയ ഒരുപാട് പേർ OET പാസ്സായിട്ട് ഇൻ്റർവ്യൂവിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നവരുണ്ട്. ഒരുപാട് പേര് ഇൻ്റർവ്യൂ കഴിഞ്ഞ് COSന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നവരുണ്ട്. എനിക്ക് ഒരുപാട് പേരെ അറിയാം. ഈ കഴിഞ്ഞ 2023-24 വർഷം എന്ന് പറയുന്നത് നഴ്സുമാരുടെ ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികൾ നിറഞ്ഞ ഒരു വർഷമായിരുന്നു. കാരണം അതിന് മുൻപേ ഒരു വർഷം ഏകദേശം 50,000 നഴ്സസോളം പല വിദേശ രാജ്യങ്ങളിലും പോയിക്കൊണ്ടിരുന്ന ഒരു സമയമായിരുന്നു 2022-23. എന്നാൽ 23-24 വളരെ ചുരുക്കം 100-200 പേര് മാത്രമേ ഇവിടെ നിന്നും വിദേശത്തേക്ക് പോകാൻ അവർക്ക് ഇൻ്റർവ്യൂ ലഭിച്ചിട്ടുള്ളൂ. 100% ഉറപ്പാണ്. അങ്ങനെ ഇരിക്കുന്ന ആ സാഹചര്യത്തിൽ, ഒരു ഇൻ്റർവ്യൂ പോലും കിട്ടാതിരിക്കുന്ന ആ സാഹചര്യത്തിൽ എവിടുന്നെന്നറിയില്ല എനിക്ക് മാതാവ് ഇൻ്റർവ്യൂവും തന്നു, ഓഫർ ലെറ്ററും ലഭിച്ചു. 2024 തന്നെ COSും തന്നു. ജാനുവരി 15, അതായത് അടുത്ത ബുധനാഴ്ച ഞാൻ UK പോവുകയാണ്. മാതാവിൻ്റെ ഇത്രയും വലിയൊരു അനുഗ്രഹത്തെ ഓർത്ത് ഞാനിപ്പോൾ മാതാവിന് തിരുകുമാരന് നന്ദി പറയുകയാണ്. ഇതാണ് എൻ്റെ ജീവിതത്തിൽ നടന്ന ഏറ്റവും വലിയ അനുഗ്രഹം. എന്നിലൂടെയാണ് ഇനി എൻ്റെ കുടുംബം എന്തെങ്കിലുമൊക്കെ ആയിത്തീരുവാൻ പോകുന്നത്. അതിന് മാതാവ് എന്നെ അനുഗ്രഹിക്കുമെന്ന് 100% ഉറപ്പാണ്. രണ്ടാമതായി എൻ്റെ ജീവിതത്തിൽ നടന്നത്, എനിക്ക് പീരീഡ്സ് റെഗുലർ ആയിരുന്നു. ഒരു ഇറഗുലാരിറ്റീസും ഇല്ലായിരുന്നു എനിക്ക്. പെട്ടെന്ന് ഒരു മാസം പീരീഡ്സ് ഇറഗുലറായി. അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി സ്കാൻ ചെയ്ത് നോക്കിയപ്പോൾ ചെറിയൊരു സിസ്റ്റ് ഉണ്ട്. ടാബ്ലറ്റ്സ് കഴിക്കണം. ഇനി തുടർന്നും ടാബ്ലറ്റ്സ് കഴിക്കേണ്ടി വരുമെങ്കിൽ മാത്രമേ പീരീഡ്സ് റെഗുലറായി മുന്നോട്ട് പോവുകയുള്ളൂ എന്ന് ഡോക്ടർ പറഞ്ഞു. പക്ഷെ എനിക്കിങ്ങനെ ടാബ്ലറ്റ് കഴിക്കാനൊന്നും ഇഷ്ടമല്ലായിരുന്നു. ഞാൻ ഒരു കാര്യമേ ചെയ്തുള്ളൂ. എന്നും പ്രാർത്ഥിക്കുമ്പോൾ മാതാവിൻ്റെ ഉടമ്പടി തൈലം വയറ്റിൽ പുരട്ടി ഞാൻ പ്രാർത്ഥിക്കും. ദിവസങ്ങൾക്കുള്ളിൽ എനിക്ക് പീരീഡ്സ് ആയി. ആ സിസ്റ്റ് അതേപോലെ പോകുന്നത് ഞാൻ കണ്ടു. എൻ്റെ കണ്ണുകൊണ്ട് ഞാൻ കണ്ടു. അന്ന് തൊട്ട് ഇന്ന് വരെ എനിക്ക് പീരീഡ്സ് റെഗുലറാണ്. ഇതുവരെ ഒരു ഇറഗുലാരിറ്റീസും ഇല്ല. പിന്നെ അതുപോലെ തന്നെ എൻ്റെ 2 കൈയിലും ഹൈഡ്രാഡിനൈറ്റിസ് സപ്പറേറ്റീവ എന്ന് പറയുന്ന ഒരു അസുഖമുണ്ട്. 2 കഷത്തും വലിയ നോഡ് പോലെ വന്നിട്ട് അത് പഴുത്ത് പൊട്ടി കഴിഞ്ഞിട്ട് നമുക്കൊരു ഡ്രസ്സ് ഇടാൻ പോലും പറ്റത്തില്ല. നിങ്ങൾക്കറിയാം, നഴ്സുമാരുടെ ജീവിതം എന്ന് പറയുമ്പോൾ നമ്മൾ കോട്ടും യൂണിഫോമും എല്ലാം ഇട്ട് വളരെ ചൂട് സഹിച്ച് നിൽക്കുന്ന ഒരു അന്തരീക്ഷമായിരിക്കും. വന്നിട്ട് യൂണിഫോം ഊരുമ്പോൾ ആ യൂണിഫോമിൻ്റെ കൂട്ടത്തിൽ എൻ്റെ സ്കിന്നും കൂടെ ഇളകി വരും. അപ്പോൾ ഒത്തിരി വേദന സഹിച്ചു. ഒത്തിരി വേദന സഹിച്ചാണ് ഞാൻ OET എഴുതിയതും എക്സാംസ് എഴുതിയതൊക്കെ. പക്ഷെ ഞാൻ അപ്പോഴൊന്നും പ്രാർത്ഥിച്ചിട്ടില്ല മാതാവ് എനിക്കിത് മാറ്റി തരണമെന്ന്. കാരണം അതിനേക്കാളൊക്കെ വലുതായിരുന്നു എൻ്റെ കുടുംബം എങ്ങനെയെങ്കിലും രക്ഷപ്പെടണമെന്നുള്ളത്. പക്ഷേ ഞാൻ പ്രാർത്ഥിക്കാതെ തന്നെ മാതാവ് എൻ്റെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ തുടങ്ങിയപ്പോൾ മാതാവിൻ്റെ തൈലം വെച്ച് ഒന്ന് പ്രാർത്ഥിച്ചേക്കാമെന്ന് കരുതിയിട്ട് എന്നും രാത്രി ഈ വേദന സഹിക്കാതെ വരുമ്പോൾ ഞാൻ ഈ തൈലം വെച്ച് പ്രാർത്ഥിക്കും.
ഞാൻ ഇങ്ങനെ കൈ വെച്ചാണ് ഞാൻ നടന്നുകൊണ്ടിരുന്നത് വീടിനകത്ത്. ഇപ്പം എനിക്ക് എൻ്റെ കൈ രണ്ടും ഒരു കുഴപ്പമില്ലാതെ ഉയർത്താൻ സാധിക്കും. അതിൻ്റെ മാതാവ് എനിക്ക് തന്നൊരു വലിയ അനുഗ്രഹം തന്നെയാണ്. നിങ്ങൾക്കറിയാം, നഴ്സിൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ വേണ്ട ആയുധം എന്ന് പറയുന്നത് അവരുടെ കൈകൾ തന്നെയാണ്. പേഷ്യൻസിനെ എടുക്കണം, ഇഞ്ചക്ഷൻ കൊടുക്കണം, മരുന്ന് കൊടുക്കണം, എഴുതണം, എല്ലാ കാര്യങ്ങൾക്കും വേണ്ടത് കൈകളാണ്. ഈ കൈകൾ എനിക്ക് തിരിച്ചു തന്നത് എൻ്റെ മാതാവ് തന്നെയാണ്. പൂർണ്ണമായി സൗഖ്യപ്പെട്ടിട്ടില്ല, പക്ഷേ അതിനെ ഏറ്റവും മികച്ച രീതിയിൽ തന്നെ സൗഖ്യപ്പെടുത്തിയത് എൻ്റെ മാതാവ് തന്നെയാണ്. എൻ്റെ മാതാവിൻ്റെ അപേക്ഷ തിരുകുമാരൻ കേട്ടത് കൊണ്ട് തന്നെയാണ്. പിന്നെ ഇതൊക്കെയാണ് ഏറ്റവും കൂടുതൽ പുറകോട്ട് ചിന്തിക്കുകയാണെങ്കിൽ ഓരോ ദിവസവും എനിക്ക് സാക്ഷിയായിട്ട് പറയണം. പക്ഷേ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ അനുഗ്രഹം നിറഞ്ഞ കാര്യങ്ങൾ ഇതൊക്കെയാണ്. പിന്നെ ഞാൻ കാരുണ്യ പ്രവർത്തനങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരുന്നത് എൻ്റെ രോഗികളെ തന്നെ കൂടുതലായിട്ട് അറിയുവാനും അവരെ സഹായിക്കുവാനും ഞാൻ ശ്രമിച്ചു. മറ്റേത് നമ്മൾ ഒരു രോഗിയുടെ അടുത്ത് ചെന്ന് അവർക്ക് വേണ്ട ട്രീറ്റ്മെൻറ്റ് കൊടുക്കുമെന്നല്ലാതെ അവരെ കൂടുതലായിട്ട് അറിയാനോ അവരുടെ സാഹചര്യങ്ങൾ അനുസരിച്ച് അവരോടൊരു നല്ല വാക്ക് പറയാനോ ചിലപ്പോൾ നമുക്ക് കഴിഞ്ഞെന്ന് വരില്ലായിരുന്നു. പക്ഷെ ഞാൻ ഈ ഉടമ്പടി എടുത്തതിന് ശേഷം അവരുടെ പ്രതിസന്ധികളിൽ കൂടെ നിൽക്കുവാനും എൻ്റെ മാതാവിനെയും പിതാവിനെയും പോലെ അവരെ കാണുവാനും ഞാൻ ശ്രമിച്ചു. അവർക്കൊരു കൈത്താങ്ങായി ഞാൻ തീർന്നും തന്നെയാണ് എൻ്റെ വിശ്വാസം. പിന്നെ മറ്റുള്ളവർക്ക് എല്ലാം കൊടുക്കാൻ എനിക്കൊരു മനസ്സുണ്ടായി. ഇപ്പം നല്ലൊരു ഉടുപ്പാണെങ്കിലായിക്കോട്ടെ, ആഹാരങ്ങളായിക്കോട്ടെ, അമ്മ അവർക്കൂടെ കൊടുക്ക് അല്ലെങ്കിൽ അവർക്ക് കൊടുത്തേക്ക് എന്ന് പറയാനുള്ളൊരു മനസ്സ് എന്നിൽ വന്നു. എൻ്റെ വസ്ത്രങ്ങളും ഞങ്ങൾ ആഹാര സാധനങ്ങളാണെങ്കിലും പങ്കിടാൻ തുടങ്ങി. പ്രേക്ഷിത പ്രവർത്തികളായിട്ട് ഞാൻ പത്രം എല്ലാവരുടെയും കൈകളിൽ തന്നെ കൊണ്ടു കൊടുക്കാനായിട്ട് ശ്രമിച്ചു. ക്രൈസ്തവരുമുണ്ട്, അക്രൈസ്തവരുമുണ്ട്. ആ കൂട്ടത്തിൽ ഞാൻ ജോലിക്ക് പോകുമ്പോഴാണ് രാവിലെ പത്രം കൊണ്ടുപോകും. എന്നിട്ട് പത്രം കടകളിലും റോഡ് സൈഡിലും ഒക്കെ കാണുന്ന ആൾക്കാർക്ക് കൊടുത്തിട്ട് അവരോട് മാതാവിനെ പറ്റിയും കൃപാസനത്തെ പറ്റിയും പറയുകയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ ഒരു ദിവസം ഞാൻ പത്രം കൊടുത്തത് ഒരു പാസ്റ്ററിൻ്റെ കയ്യിലാണ്. അപ്പോൾ ആ പാസ്റ്റർ എന്നോട് ചോദിക്കുകയുണ്ടായി, ഈ മാതാവൊക്കെ ഉണ്ടോ, ഇതൊക്കെ ആരാ നിന്നോട് പറഞ്ഞത്? മാതാവൊന്നുമില്ല, കൃപാസനം എന്ന് പറയുന്നതൊക്കെ തട്ടിപ്പാണെന്ന് തന്നെയാണ് ആ പാസ്റ്റർ പറഞ്ഞത്. അപ്പോൾ എനിക്ക് ആ പാസ്റ്ററിനോട് പറയാൻ സാധിച്ചു, പാസ്റ്റർ അമ്മയില്ലാതെ അല്ലല്ലോ പാസ്റ്റർ ഉണ്ടായത്. അപ്പോൾ എൻ്റെ കർത്താവ് ഉണ്ടായത് കർത്താവിൻ്റെ അമ്മയിലൂടെ തന്നെയാണെന്നും കർത്താവിലേക്ക് അടുക്കാൻ പറ്റിയ ഏറ്റവും എളുപ്പ വഴി മാതാവ് തന്നെയാണെന്നും ഉറച്ച വിശ്വാസത്തോടെ ആ പാസ്റ്ററിനോട് പറയാൻ എന്നെ ഉടമ്പടി ജീവിതം സഹായിച്ചു. അപ്പോൾ ആ പാസ്റ്റർ ഒന്നും മിണ്ടിയില്ല. ഒന്നും മിണ്ടാതെ എപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട് ആ സമുദായത്തിൽപ്പെട്ടവർ നമ്മുടെ കാനായിലെ കല്യാണം എക്സാമ്പിളായിട്ട് എടുത്തിട്ടാണ് നമ്മളെ പരീക്ഷിക്കുന്നത്. നീ ആ വചനം കേട്ടിട്ടില്ലേ, സ്ത്രീയെ ഞാനും നീയും തമ്മിൽ എന്നാണ് കർത്താവ് മാതാവിനോട് ചോദിച്ചത് എന്നാണ് നമ്മളോട് പറയുന്നത്. പക്ഷെ യഥാർത്ഥത്തിൽ നമുക്കറിയാം, സ്ത്രീയെ ഞാനും നീയും തമ്മിൽ എന്നൊരു വാക്ക് അവിടെ ഇല്ല. നമ്മുടെ സമയമായിട്ടില്ല, നമ്മുടെ സമയമാവുമ്പോൾ നമ്മൾ പ്രവർത്തിക്കുമെന്നാണ് കർത്താവ് ഉദ്ദേശിച്ചത് എന്ന് നമുക്കറിയാം. അത് നമ്മൾ പറയാൻ നമുക്ക് അപ്പോൾ സാധിച്ചില്ലെങ്കിൽ നമ്മളെ അവർ തോൽപ്പിച്ച് കളയും. മാതാവിൻ്റെ ശക്തി അവിടെ നമുക്ക് കാണിക്കാൻ സാധിക്കില്ല. പക്ഷേ എനിക്ക് മാതാവ് ഉണ്ട്, മാതാവിൻ്റെ ശക്തി എന്താണെന്ന് അവരോട് പറയുവാനും ഞാനത് പറഞ്ഞപ്പോൾ ആ പാസ്റ്റർ എന്നെ അപ്രിഷ്യേറ്റ് ചെയ്യാനും സാധിച്ചു. ഞാനന്ന് വളരെ സന്തോഷവതിയായിരുന്നു. മാതാവിൻ്റെ ശക്തി, മാതാവ് എൻ്റെ കൂടെ ഉണ്ടെന്നുള്ളൊരു തോന്നലായിരുന്നു. അങ്ങനെ ഓരോ ദിവസവും കഴിഞ്ഞു പോയി. ഡിസംബർ 7 എന്ന ദിവസം മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ ആ ദിവസത്തിന് ശേഷം എൻ്റെ ജീവിതത്തിൽ ഓരോന്നായ അനുഗ്രഹങ്ങളാണ്. അങ്ങനെ ഈ ജനുവരി 15-ാം തീയതി ഞാൻ UK പോവുകയാണ്. എൻ്റെ കുടുംബത്തിൽ ഇത്രത്തോളം അനുഗ്രഹങ്ങൾ തന്ന മാതാവിനോടും തിരുകുമാരനോടുള്ള നന്ദി ഞാൻ പറയുന്നു. ഈ അൾത്താരയിൽ ഒരു വട്ടമെങ്കിലും നിൽക്കണമെന്ന് ആഗ്രഹിച്ചാണ് ഞാൻ ആദ്യമായി കടന്നു വന്നത്. ഒരിക്കലും കണ്ണുനീരൊഴുക്കി ഇന്നത്തെ ദിവസം ഞാൻ നിൽക്കില്ല എന്നാണ് വിചാരിച്ചത്. പക്ഷേ ഒരുപാട് സന്തോഷത്തോടു കൂടി എനിക്ക് അൾത്താരയിൽ നിന്ന് നിൽക്കുവാൻ സാധിച്ചു. അതിന് മാതാവിനോടും യേശുവിനോടുമുള്ള നന്ദി ഞാൻ അറിയിച്ചുകൊള്ളുന്നു. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവരുടെ നിയോഗവും ദൈവം സാധിച്ചു തരും, 100% ഉറപ്പാണ്. എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും. താങ്ക് യു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 40-ാം അധ്യായം 30-31 യുവാക്കൾ പോലും തളരുകയും ക്ഷീണിക്കുകയും ചെയ്തേക്കാം, ചെറുപ്പക്കാർ ശക്തിയറ്റു വീഴാം. എന്നാൽ കർത്താവിൽ ആശ്രയിക്കുന്നവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും. അവർ ഓടിയാലും തളരുകയില്ല, നടന്നാൽ ക്ഷീണിക്കുകയുമില്ല. ടിബി മാത്യു വളരെ വെടിപ്പായിട്ട് വ്യക്തമായിട്ട് തൻ്റെ ജീവിതം ഇവിടെ ഈശോയുടെ മുമ്പിൽ ഈ മകള് ഒന്നുകൂടി ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് സാക്ഷ്യത്തിനായിട്ട് തന്നെ ഈശോയുടെ മുമ്പിൽ കൊണ്ടുവന്ന ദിവസമാണ്. എങ്ങനെ തനിക്കിന്ന് ഇവിടെ ഈ തിരുവൾത്താരയിൽ നിൽക്കുവാൻ കഴിഞ്ഞു? ഓടിയാലും ക്ഷീണിക്കില്ല, നടന്നാൽ തളരില്ല, അവർ കർത്താവിൽ ആശ്രയിക്കുന്നവരാണ്. എന്നാൽ യുവാക്കൾ തളരുകയും ക്ഷീണിക്കുകയും ചെയ്തേക്കാമെന്നാണ് തിരുവചനം അരുളി ചെയ്തത്. തൻ്റെ യുവത്വത്തിൻ്റെ ഈ നാളുകളിൽ
തനിക്ക് കർത്താവിനോട് കൂടുതൽ അടുക്കുവാനും ഇന്ന് പരിശുദ്ധ അമ്മ തനിക്ക് ആരാണ്, തൻ്റെ പെറ്റമ്മ തനിക്ക് വേണ്ടി കണ്ണുനീരോടെ പ്രാർത്ഥിക്കുമ്പോൾ തൻ്റെ സ്വർഗീയ അമ്മ തനിക്ക് വേണ്ടിയിട്ട് തിരുക്കുമാരനോട് എത്രമാത്രം പ്രാർത്ഥിച്ചു, തന്നെ എങ്ങനെ സ്വന്തമായി കരുതി, അതുകൊണ്ട് മാത്രം തനിക്ക് ജീവിതത്തിൽ ഉയർച്ചകളുണ്ടായി. ഓരോന്നും വ്യക്തമായിട്ട് ടിബി പറഞ്ഞു കഴിഞ്ഞു. തൻ്റെ പാസ്റ്റും അതിന് ശേഷം തനിക്ക് ഉടമ്പടിയിലൂടെ വന്ന അനുഭവങ്ങൾ, ഉടമ്പടി താൻ ഉഴപ്പിയത്, അതിനെല്ലാം അനുദപിച്ച് വീണ്ടും അമ്മയിലേക്ക് തിരിച്ചു വരുന്നു. ഈ അമ്മ ഉണ്ടായതുകൊണ്ട് മാത്രം എല്ലാ വർഷവും ഡിസ്റ്റിങ്ഷനോടെ പാസ്സാകുവാനും ഒരു ഔട്ട്സ്റ്റാൻഡിങ് പെർഫോമൻസ് തന്നെ തൻ്റെ നേഴ്സിംഗ് കോളേജിൽ തനിക്ക് കാഴ്ചവെക്കുവാനും ഒക്കെ കഴിഞ്ഞു. അതിനുശേഷം പിന്നീട് OET ഇന്ന് ആ OETയിൽ ഏത് കൺട്രിയിലേക്ക് വേണമെങ്കിലും പോകുന്ന സ്കോറാണ് അമ്മ ഈ മകൾക്ക് കൊടുത്തത്. എല്ലാറ്റിനും നന്ദിയായിട്ട് ഇന്നിവിടെ നിൽക്കുമ്പോൾ 1 ദിനവൃത്താന്തത്തിൻ്റെ പുസ്തകം 17 തിരുവചനങ്ങൾ അരുളി ചെയ്യുന്നുണ്ട്. ദാവീദ് രാജാവ് ദൈവത്തെ പ്രകീർത്തിച്ചുകൊണ്ട് പറയുന്നതാണ്, കർത്താവായ ദൈവമേ, അവിടുന്ന് എന്നെ ഈ നിലയിൽ എത്തിക്കാൻ ഞാനോ എൻ്റെ കുടുംബമോ എന്തുള്ളൂ. കർത്താവെ, ഈ ദാസന് വേണ്ടി വലിയ കാര്യങ്ങളെല്ലാം അവിടുന്ന് സ്വമനസ്സായി ചെയ്തിരിക്കുന്നു, അവ പ്രസിദ്ധമാക്കുകയും ചെയ്തിരിക്കുന്നു. തീർച്ചയായും ഈ മകളുടെ ഹൃദയത്തിലും അലതല്ലുന്നത് ഈ തിരുവചനങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ വന്ന് തനിക്ക് എത്രയും ധൈര്യത്തോടെ, ആത്മധൈര്യത്തോടെ, അതുപോലെ തന്നെ സന്തോഷത്തോടെ തൻ്റെ ജീവിതാനുഭവങ്ങൾ പങ്കുവയ്ക്കുവാൻ കഴിഞ്ഞത്. ഇതൊക്കെ ഈ മകൾ ഇവിടെ പറയുമ്പോൾ ഇത് എത്രയോ ചെറുപ്പക്കാർക്ക് മുതൽക്കൂട്ടാണ്, പ്രചോദനമാണ്. ജീവിതത്തിൽ ഒരിക്കലും നിരാശപ്പെടേണ്ട, ദൈവത്തിന് നമ്മെക്കുറിച്ചൊരു പദ്ധതിയുണ്ട് എന്നുള്ളത് തന്നെയാണ് ഈ മകള് ലോകത്തോട് വിളിച്ചു പറയുക. നമുക്കും കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന.